അങ്ങനെ ഈ ആന വീടുകൾ ഇടിച്ചു നിരത്താനും കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കാനും തുടങ്ങി. ആനയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ആനയെ ഒരു ടീ പ്ലാന്റേഷനിൽ വെച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നത്. നമുക്കിടയിൽ ഒരുപാടധികം ആനപ്രേമികളുണ്ട്. പൂരങ്ങളുടെയും നേർച്ചകളുടെയൊക്കെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആനകൾ സത്യത്തിൽ ഒരു അന്തസ്സ് തന്നെയാണ്. പക്ഷെ 2004-2006 കാലഘട്ടത്തിൽ ആസാമിലെ ജനങ്ങൾക്ക് ആന എന്ന് കേൾക്കുന്നത് പോലും പേടിയായിരുന്നു. കാരണം അന്ന് അവിടെ ഒരു കൊലയാളി ആനയുണ്ടായിരുന്നു. കൺമുന്നിൽ കാണുന്ന എല്ലാത്തിനെയും തകർത്തെറിയുന്ന ഒരു ഭീകരൻ. അതുകൊണ്ട് തന്നെ നാട്ടുകാരവനൊരു പേരും നൽകിയിരുന്നു, ഒസാമ ബിൻ ലാദൻ. വെറും 2 വർഷത്തിനിടയിൽ 27 പേരെയാണ് ആ ഒരു ആന ചവിട്ടിക്കൊന്നത്. ഈ ഒരു ആന ഇത്രയും അഗ്രസീവായത് എങ്ങനെയാണ്? ഒടുവിൽ ആ ഒരു ആനയെ ആളുകൾ എങ്ങനെയാണ് തളച്ചത്? ഇതെല്ലാം വളരെ വിശദമായി പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണിത്. സോ വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഹൈപ്പും കൊടുത്തുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആസാമിലെ സോണിത്പൂർ എന്ന ജില്ലയിലായിരുന്നു ഈ ആനയുടെ അഴിഞ്ഞാട്ടം നടന്നത്. ആനകൾ പ്രധാനമായും 2 ടൈപ്സാണുള്ളത്. ഒന്ന് കൊമ്പനും മറ്റൊന്ന് പിടിയാനയും. പക്ഷേ ഇത് രണ്ടിലും പെടാത്ത ഒരു വിഭാഗം ആനകളുണ്ട്. അവയാണ് മോഴയാനകൾ എന്ന് വിളിക്കുന്നത്. അതായത് കൊമ്പുകളില്ലാത്ത ആനകളെയാണ് മോഴയാനകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ കൊമ്പനാനകളെക്കാട്ടിലും പിടിയാനകളെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് മോഴയാനകൾ. ആസാമിലുണ്ടായിരുന്നതും 10 അടിയോളം ഉയരമുള്ള കൊമ്പുകളില്ലാത്ത ഒരു മോഴയാനയായിരുന്നു. അങ്ങനെ ഈ ആന വീടുകൾ ഇടിച്ചു നിരത്താനും കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കാനും തുടങ്ങി. സാധാരണ കാട്ടാനകൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് നാട്ടിലേക്ക് ഇറങ്ങാറ്. എന്നാൽ ഈ ഒരു ആന ശരിക്കും ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നാട്ടിലേക്ക് ഇറങ്ങിയിരുന്നത്. നാട്ടിലിറങ്ങിയ ആദ്യത്തെ മാസത്തിനുള്ളിൽ തന്നെ 14 പേരെയാണ് ഈ ആന ചവിട്ടിക്കൊന്നത്. അർദ്ധരാത്രികളിൽ വന്ന് വീടുകൾ തകർത്ത് ആ വീട്ടിലെ ആളുകളെ വലിച്ചു പുറത്തിട്ട് ചവിട്ടിക്കൊല്ലുന്ന രീതിയായിരുന്നു ഈ ആനയുടേത്. അങ്ങനെ ആളുകൾക്ക് ആനയെ പേടിച്ച് പുറത്തിറങ്ങാനും വീടിനകത്തിരിക്കാനും പറ്റാത്ത അവസ്ഥയായി. സോ ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ വലിയ സമ്മർദ്ദത്തിലായി. അതുകൊണ്ട് തന്നെ അക്രമകാരിയായ ഈ ഒരു ആനയെ കൊല്ലാൻ വേണ്ടി ആസാം ഗവൺമെന്റ് ഉത്തരവിറക്കി. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആനകൾ അഗ്രസീവ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ് ഇതിന് പുറകിലുള്ളത്. ഒന്ന്, ആനകളുടെ ആവാസ വ്യവസ്ഥ നശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആളുകൾ കാടുകൾ കയ്യേറുന്ന സമയത്താണ് ഇത്തരത്തിൽ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഇത്തരത്തിൽ അവസാനം ഡേഞ്ചറസ് ആയി മാറുന്നതും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ മതമിളകുന്നതാണ്. ഈ ഒരു സമയത്ത് ആനകളുടെ ശരീരത്തിൽ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോണിനേക്കാളും 60 മടങ്ങ് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കും. ഇത് ആനകളെ കൂടുതൽ അഗ്രസീവും അക്രമകാരികളുമാക്കി മാറ്റും. ഒസാമ എന്ന ആളുകൾ വിളിക്കുന്ന ഈ ഒരു ആനയുടെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ആനയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ആനയെ ഒരു ടീ പ്ലാന്റേഷനിൽ വെച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ ആ ഒരു ചാപ്റ്റർ അവസാനിച്ചു എന്ന് ആളുകൾ സമാധാനിക്കുന്നതിനിടെയാണ് മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത്. വെടിവെച്ച് കൊന്നത് ഒസാമ എന്ന ആ ഒരു അക്രമകാരിയായ ആനയല്ലെന്നും മറ്റേതോ പാവം ആനയാണെന്നുമായിരുന്നു ആ ഒരു വാദം. സാധാരണ ഒസാമ എന്ന ആനയെ കാണാറുള്ള സ്ഥലത്തിൽ നിന്ന് ഏകദേശം 50 മൈൽസ് അകലെ നിന്നാണ് ഈ ഒരു ആനയെ വെടിവെച്ച് കൊന്നത്. മാത്രമല്ല കൊല്ലപ്പെട്ട ആനയുടെ കാലടയാളമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പരിശോധിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നതും ആളുകളിൽ സംശയമുണ്ടാക്കി. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ആ കൊലയാളിയായ ആന രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം ശേഷം വളരെ വിചിത്രമായ മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു. ഈ ആനയെ വെടിവെച്ച് കൊന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആനക്കൂട്ടങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ട് ആ പ്രദേശത്തെ വീടുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി. കൂട്ടത്തിലുള്ള ഒരു ആനയെ കൊന്നതിന്റെ പ്രതികാരമായിട്ടാണ് ആളുകൾ അന്ന് അതിനെ കണ്ടത്. ഇന്നും ആസാമിൽ ആനകളും ആളുകളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ആനകൾ സാധാരണ സമാധാനപ്രിയരായിട്ടുള്ള ജീവികളാണ്. പക്ഷേ അവയുടെ നേരെ പ്രകോപനങ്ങൾ ഉണ്ടാവുന്ന സമയത്തും അവയുടെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ കയ്യേറുന്ന സമയത്തുമാണ് അവ ഇത്തരത്തിൽ ഡേഞ്ചറസും അഗ്രസീവുമായി മാറുന്നത്. കരയിലെ ജീവിയുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ കടലിലെ ജീവികളുടെ അവസ്ഥ ഇതിലും അപ്പുറമാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്രാവാക്രമണത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.